നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടീ കേക്കാണ്. ഈ ഒരു ടീ കേക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, മൈദ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ ഒരു കേക്ക് നമ്മൾ മിക്സിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും നല്ല സോഫ്റ്റ് ആൻഡ് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? വൈകുന്നേരം ചായക്ക് ഒന്നും കഴിക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ടീ കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ കഴിയും. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി വെക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു അലുമിനിയം പാത്രമാണ്. അതിലേക്ക് നമ്മളൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാം. ആ സമയത്തേക്ക് നമ്മുടെ ബാറ്റർ റെഡിയാകും. നമ്മൾ എടുക്കുന്നത് 5 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ബേക്കിംഗ് ട്രേ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചോറ്റും പാത്രം എടുത്തിരുന്നാലും മതി. സ്റ്റീലിൻ്റെ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിലും കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് മൈദ തൂക്കി തട്ടിക്കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിൽ വെള്ളത്തിന്റെ അംശമൊന്നും ഒട്ടുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ മുട്ട ഒഴിക്കാവുള്ളൂ. പിന്നെ മുട്ടയാണെങ്കിലും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് മിക്സി ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഹൈ സ്പീഡിലേക്ക് ഇട്ടിട്ട് അങ്ങ് അടിച്ചെടുക്കാം. ഒരു 15 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഹൈ സ്പീഡിലേക്കിട്ട് ഒരു 15 സെക്കൻഡ് ഒന്ന് അടിച്ചാൽ മതി. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ചേർക്കാം. ബട്ടർ വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചൂടില്ലാത്ത ബട്ടർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ഹൈ സ്പീഡിലിടണ്ട, ലോ സ്പീഡിലിട്ട് ഒരു 15 സെക്കൻഡ് തന്നെ അടിച്ചാൽ മതി. അതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ഉപയോഗിക്കാം. പലരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, മൈദ ഇതൊന്നും ഇല്ലാത്ത കേക്ക് ഉണ്ടാക്കി കാണിക്കണമെന്ന്. അങ്ങനെയാണ് ഈ ഒരു കേക്കിലേക്ക് എത്തിയത്. പൊടി ഇട്ടതിന് ശേഷം ഒറ്റയടിക്ക് അങ്ങ് അടിക്കരുത്. പതുക്കെ പതുക്കെ ഒരു 2-3 പ്രാവശ്യം പൾസ് ബട്ടൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അടിച്ചാൽ മതി. ഇതുപോലത്തെ പ്രസ് ബട്ടൺ എന്താ വർക്ക് ചെയ്യാത്ത അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫസ്റ്റിലേക്ക് ആക്കുക, ഓഫ് ആക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം അടിച്ചാൽ മതി. അപ്പം അടിച്ചിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മൾ ഈനോയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഈനോ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഓൺലൈനായിട്ടുണ്ട്, ആമസോണിലുണ്ട്. ഈനോയുടെ റെഗുലറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു ബോട്ടിലായിട്ട് വാങ്ങിക്കണമെന്നില്ല. ചെറിയ സാഷേ ആയിട്ടുണ്ടാകും. സാഷയ്ക്ക് 8 രൂപയോ 9 രൂപയോ അങ്ങനെ എന്തേ ഉള്ളൂ. നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശരിക്കും വയറിനൊക്കെ സുഖമില്ലാത്ത സമയത്ത് നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നില്ലേ, ആ സംഭവമാണിത്. അതങ്ങ് ഇട്ടതിന് ശേഷം നമുക്കതും പ്രസ് ബട്ടൺ വെച്ച് ജസ്റ്റ് ഒരു 3 പ്രാവശ്യം പ്രസ് ചെയ്ത് ഓഫാക്കുക, പ്രസ് ചെയ്ത് ഓഫാക്കുക. അങ്ങനെ ഒന്ന് കറക്കി എടുത്തിരുന്നാൽ മതി. ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് ഇളക്കുന്നതെങ്കിൽ ഒരേ സൈഡിലോട്ട് ഇളക്കണം കേട്ടോ. പതുക്കെ ഒരേ സൈഡിലോട്ട് ഇളക്കണം. ഒരുപാട് അങ്ങ് ഇട്ട് മിക്സ് ചെയ്യരുത്. അതിൻ്റെ ഒരു ഫ്ലഫിനെസ് നമുക്ക് കിട്ടില്ല. മിക്സിലാവുന്ന സമയത്ത് ഒരേ സൈഡിലേക്കാണല്ലോ കറങ്ങുന്നത്. പതുക്കെ പതുക്കെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫ്ലഫിനെസ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാറ്ററിന്. നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ സ്ക്യൂർ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈനോ ഇട്ട് മിക്സ് ചെയ്ത് ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാതെ പതുക്കെ അങ്ങ് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഒരുപാട് സമയമൊന്നും പുറത്ത് വെക്കരുത്. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പം കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്കിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കാം. അപ്പം ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് സിമ്മിൽ വെച്ചിരുന്നാൽ മതി. കാരണം ഇതിൻ്റെ മോൾ ഭാഗത്ത് കളർ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഫ്ലെയിമിൽ തന്നെ വെക്കരുത്. അപ്പോൾ അടിഭാഗവും സൈഡും ഒക്കെ കരിഞ്ഞു പോകും. അപ്പോൾ സിമ്മിലേക്ക് വെച്ചിരുന്നാലും മതി. പക്ഷേ ഇതിപ്പോൾ കറക്റ്റായിട്ടായിട്ടുണ്ട്. നമുക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ തണുക്കാനായിട്ട് വെക്കുമ്പോൾ ഒരു തുണിയിട്ട് മൂടിയിട്ടിരുന്നാൽ മതി. അപ്പം ചൂടൊക്കെ മാറി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഒരു കത്തി വെച്ചൊന്ന് സൈഡൊന്ന് പിടിച്ചു കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് തട്ടിക്കൊടുത്താൽ മതി. നല്ല ഭംഗിയിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇരിപ്പുണ്ട്. അടിഭാഗവും സൈഡും ഒക്കെ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. നല്ല ഹൈറ്റൊക്കെ വെച്ച് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്, ടീ കേക്കാണ്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റാണ്.
കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ട എത്രമാത്രം സോഫ്റ്റാണ്, പിടിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നില്ലേ. അതിൽ നമ്മൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല, എന്നിട്ടും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് എത്താൻ കുറേ പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ എത്തിയത്. ഇതിന് മുമ്പുണ്ടാക്കിയ കേക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി അതിന് മുമ്പുണ്ടാക്കിയത് കഴിക്കാൻ പോലും പറ്റാത്ത ഒരു കണ്ടീഷനിലായിരുന്നു, അത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ അത് കളയേണ്ടി വന്നു. പക്ഷേ ഇത് തൊട്ട് മുമ്പുണ്ടാക്കിയത് നല്ല ടേസ്റ്റിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്രയധികം അങ്ങോട്ട് സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ റെസിപ്പി ചെറിയ രീതിയിൽ മാറ്റി ഇങ്ങനെ ആക്കിയെടുത്തതാണ്. ഇതിപ്പം മുറിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ എത്രമാത്രം സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണെന്ന്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. കഴിക്കട്ടെ. പറയേ ഇല്ല കേട്ടോ, നമ്മളിതിൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ഇട്ടിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ കേക്കാണ്. വൈകുന്നേരമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിനോട് ചെറിയ സാഷയൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നാലും മതി, പെട്ടെന്ന് ഉണ്ടായിക്കഴിഞ്ഞില്ലേ. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുമ്പുണ്ടാക്കിയ കേക്ക് കാണിക്കാം. ഇതാണ് കേട്ടോ ആ കേക്ക്. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നല്ലോ കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുക. പക്ഷേ അതിലെ ടെക്സ്ചറിൽ ഒരു ചെറിയൊരു ഡിഫറൻസ്, ആ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മാറ്റി ഉണ്ടാക്കിയത്. എല്ലാവർക്കും ധൈര്യമായിട്ട് ഉണ്ടാക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 230 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത്. മൈദയും ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറും കൂടെ കൂട്ടി അരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലാവും 10 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ പരിപാടിയും കഴിയും. 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.